എന്താ റബ്ബേ, നിക്ക്. ആരാത്? എന്റെ കുയിലനെ കൊണ്ട് വന്നതാ? തുറക്ക് ചെയ്താനെ, നേരം പോക്കാതെ. അത്യാവശ്യ കാര്യ. ഓൻ്റെ ഒരു കുയില. അതിനകത്ത് ആരേലും ഉണർന്നിട്ട് വേണ്ടേ? ബാങ്ക് വിളിച്ചിട്ട് വാ. ബലാലെ ബാം വായിൽ ഉറയ്ക്കും. ഇല്ല എന്റെ പല്ലി അടിച്ച് കഴിക്കും. എന്താ തുറച്ചു നോക്കുന്നത്? അന്റെ മുഖം. ഇപ്പൊ അനക്ക് കിട്ടും. വേഗം ചെല്ലു, ഉറങ്ങാനും സമ്മതിക്കൂല. ഇറമുള്ളാനാ മുക്രി. വായിൽ ഉറക്കണേ. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് കിടക്കുന്ന അറയിലേക്കാണോടാ പാഞ്ഞു വരുന്നേ? ഓൻ്റെ ഒരു തട്ടലും മുട്ടലും. വേഗം പോയി ബാങ്ക് കൊടുക്ക്. പറയടാ, എന്താ കാര്യം? ഒരു ജിന്ന്. ജിന്ന? ഏടേ, കളവന് നൊസായോ? വലിയ തങ്ങളുടെ ജാറത്തില് ഞാൻ കണ്ടതാ. കുമ്പിട്ടാ കിടക്കുന്നത്. അതുകൊണ്ട് മുഖം കാണാൻ കഴിഞ്ഞില്ല. പനംകൊല പോലത്തെ മുടി, അതങ്ങനെ നീണ്ട് കിടക്കുക. ഞാനൊന്നേ നോക്കിയുള്ളൂ. ജീവനുണ്ടോടാ? അല്ലാഹു അലം. പിന്നെ എന്ത് കണ്ടിട്ടാടാ ഇങ്ങോട്ട് പാഞ്ഞു വന്നേ? നാശ. ആറ്റേ, ഈ ആ കുപ്പായം എടുത്തു തന്നെ. പല്ലേക്കലും കത്തലടക്കലൊക്കെ തിരിച്ചു വന്നിട്ടാ. നീ ഇത് ആരോടെങ്കിലും പറഞ്ഞിനാ? ഇല്ല. എന്നാ ഇത് ആരോടും പറയല്ലേ. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോട്ടെ, എന്നിട്ട് നമുക്ക് പോയി നോക്കാം. നീ വേഗം പോയി ബാങ്ക് കൊടുക്കും. നിങ്ങൾ പല്ല് തേക്ക്. പിരാന്ത് വർത്താനം കേട്ട് പായണ്ട. ഇപ്പൊ ചായ കൊണ്ടുവരാം, കുടിച്ചിട്ട് പോവാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തൊട്ട് നോക്കടാ, ചൂടുണ്ടോന്ന്. ഉണ്ടുണ്ട്. ഓ, പെണ്ണുങ്ങളെ തൊടല് ശരിയല്ല. ഈ പോയ ബാപ്പ കിണാറിനോട് പൊക്കിയോട് ഇങ്ങോട്ട് വരാൻ പറ. ഓ, ബോധം വന്നോ? ഇല്ലോളി. വലത്തെ കൈയിന്റെ മോളിൽ ഇതങ്ങ് കെട്ടിക്കൊടുക്കും. കാണാമല്ലോ ഏത് ഇബിരിത്തോ ജിന്നോ ഇറങ്ങി പോവാത്തതെന്ന്. ചൂടുണ്ടല്ലോ, അത് മതി. അല്ലേ പിന്നെ പോലീസും ആസ്പത്രിയൊക്കെ ആയിട്ട് മെനക്കേടാകും. ബോധം വന്നേ. റബ്ബേ, എൻ്റെ കൃപ. വല്ല ഭർത്താനം പറഞ്ഞ? ഇല്ല, കണ്ണു തുറന്ന് ചെറിയൊന്ന് കോട്ടിയിട്ടേ ഉള്ളൂ. മന്ത്രിച്ച് കെട്ടിയ ചരടിന്റെ കൊണ പൊക്കി കുറച്ച് വെള്ളം കൂടെ ഒരു പാത്രത്തിലെടുക്ക്. ഞാൻ അതും കൂടെ മന്ത്രിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് വായിൽ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നാ മതി. നോക്കിക്കോ, എല്ലാം മണിമണിയായിട്ട് പറയും. ഓളിൻ്റെ പുരേ നിൽക്കട്ടെ. വർത്താനം വല്ലതും പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. വിശേഷം എന്തെങ്കിലും ഉണ്ടാ? സാരൂല, നമുക്ക് ആ പരുത്തി പേറ്റിച്ചിനെ വിളിക്കാം. പരുത്തി പറഞ്ഞാ പിന്നെ ഒരു മാറ്റവും വരൂല. നിങ്ങളെന്താ ഇങ്ങനെ മണത്തോണ്ട് കിടക്കുന്നു? നേരം പോക്കാതെ പരുത്തി പേറ്റിച്ചിനെ വിളിച്ചോണ്ട് വാ. ആടെ ആരാ വന്നേ നോക്ക്. അപ്പൊ എന്താ പണിക്ക് പോയില്ലേ? 9:30 കണ്ണൻ്റെ അവിടെ ചായ പിടിക്കാൻ ചെന്നപ്പോ ഓറ് പറഞ്ഞറിഞ്ഞേ മയ്യത്ത് കേട്ട് ലീടേക്ക് എടുത്തുന്നു. എങ്കിൽ പിന്നെ വിശേഷം അറിയാന്ന് വെച്ച് വന്നതാ. ഞാൻ പോവാ. എടുത്തിയേ, ഞാനിപ്പോ പോവാം, പിന്നെ വരാം. അപ്പോൾ ഓറ് പറഞ്ഞേ നേരാ. വലിയ തങ്ങളെ ജാറും പുറത്ത് ഒരു പെണ്ണ് അടിമ കിടന്നു എന്നും ഓളെ കണാരേട്ടൻ്റെ പുരയിലാക്കിയെന്നല്ല കവലെ പറയുന്നു. നമ്മളെ കൂട്ടറാ?
പല്ലയിച്ച് മന്ത്രിച്ച് വെള്ളം കുടിച്ചാ ആ എന്നാലെന്തെങ്കിലും കൈക്ക് വയറ് കാളണ്ട. നിങ്ങൾ കഴിച്ചോണി. അതൊന്നും പറ്റൂല. ഇപ്പൊ ഇനി ഒരാൾക്ക് മാത്രം പോരില്ല. കഴിക്ക്. മാണ്ട പെരട്ടി വരും, പയ്യെ കഴിക്കാം. നോമ്പിന്റെ കാലം വരുന്നല്ലേ ഉള്ളൂ. എനിക്കെന്താ ഇപ്പോഴേ തുടങ്ങിയ? ഇത് കഴിക്ക്. മതിയാക്ക് നിങ്ങളുടെ ഒരു ശൃംഗാരം. ദേ ബാപ്പു കാണാനും വരുന്നു. ആ ഓളെന്തെങ്കിലും പറഞ്ഞോടാ കാണാരാ? ഓക്ക് പള്ളയിലുണ്ട്. അതങ്ങനെ ഈ അറിഞ്ഞ്? ഓള് പറഞ്ഞതാണ്? ഏയ്, ഓളൊന്നും പറഞ്ഞില്ല. പരുത്തി പേറ്റിച്ച് വയറ് തടവി നോക്കി പറഞ്ഞതാ. പോയത്തരം പറയാതെ വയറ്റേ തപ്പി നോക്കിയാ ഗർഭമുണ്ടോ എന്ന് നോക്കുന്നത്. പരുത്തിക്ക് തെറ്റൂല. അതിനെന്താ ചെയ്താനെ? വയറ്റിലുണ്ടേ ഓള് പറട്ടെ. പേരെടുക്കാൻ ഈ നാട്ടിൽ ആളില്ലാണ്ടായിട്ടില്ലല്ലോ. കാണാരാ ഈ ഓളോട് ചോദിച്ചാ? ഇല്ല, ഒക്കെ എപ്പോഴും കരച്ചല. പേര് പോലും പറയുന്നില്ല. ഈ ബേജാറാവണ്ട. ഇപ്പൊ പുരയിലേക്ക് അല്ലേ. ഓളോട് വിശേഷങ്ങൾ ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. ഇനി എൻ്റെ പേര് ഞങ്ങളോട് പറ. പറ മോളെ, തങ്ങള് വലിയ ദേശക്കാരനാ, വേഗം അങ്ങ് പറഞ്ഞോട്. എനിക്ക് സഹായത്തിന് ഞാളുണ്ട്. ഇനി എൻ്റെ പേര് പറ. നീലി. ഫസ്റ്റ് പേര് എനിക്ക് പെരുത്ത് പിടിച്ച്. എൻ്റെ കെട്ടിയോനോടെ? കെട്ടിയോനില്ലാതെ പള്ളയിലുണ്ടാകുക. നേര് പറഞ്ഞോ, എൻ്റെ ബൈക്കിലുള്ളത് ആരുടെയാ? നേര് പറഞ്ഞോ, തങ്ങളൊരു വയ്യുണ്ടാക്കും. പോലീസുകാരെ പിടിച്ചോണ്ടോയി. കള്ളനാ? അല്ല, പിന്നെ? നെക്സല. അപ്പൊ കൊല്ലും കൊലയൊക്കെ ഉണ്ടല്ലേ? യോ ആള് പാവാ. പോലീസുകാർ കള്ളക്കേസ് ഉണ്ടാക്കിയതാ. അതൊക്കെ നീ വെറുതെ പറയുന്നതല്ലേ. പോലീസുകാരുടെ കൈ കിട്ടിയാലത്തെ കാര്യം അറിയാലോ. ഉരുട്ടിക്കൊലയുടെ കാലല്ലേ. ഈ ബേജാറാകണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എടാ തിരുമനെ, ഈ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്ക്. എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാ നിന്റെ പേര് പറഞ്ഞു. എന്നെ വിടല്ലേ, ഓരെന്നെ എന്റെ പള്ളേനുള്ളതിനെയും കൊല്ലും. എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കല്ലേ. കൊണാരാ, ഓളിയുടെ തന്നെ നിൽക്കട്ടെ. ഈ അലമേൽ ബൈത്തിത്തെടുത്ത് ഇവിടെ കൊണ്ടുപോയി കാണിക്ക്. ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞാൽ മതി. കണ്ട പെണ്ണുങ്ങളെല്ലാം കറുപ്പം താങ്ങല നിങ്ങൾക്ക് പണി. വലിയ തങ്ങളുടെ ജാറത്തിൽ അടിമ കിടന്നുണ്ടല്ലേ. നമ്മളല്ലാതെ നാട്ടിൽ പിന്നെ ഓക്കാരാ? അടിമ കിടന്നവരെയൊക്കെ പോറ്റാൻ തുടങ്ങിയ പിന്നെ വെച്ചും വിളമ്പിയും അകത്തുള്ള ഒരു പൊറുതി മുട്ടൂല എന്റെ റബ്ബേ. വയറ്റിലുള്ള പെണ്ണായോണ്ടല്ലേ അവൻ കെട്ടിയോനില്ലാതെ. എന്താ ഓള് തേവിടിച്ചിയ? ഏയ്, കണാറിന്റെ വീട്ടിൽ കർമ്മൂസ് മരം ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. വീട്ടിലിരിക്കുന്നവർക്ക് അതൊക്കെ അറിയാ. അതും ഇതും ആലോചിക്കാതപ്പോ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കറമൂസ കഴിച്ച ഗർഭാലസം പൊക്കി അതെങ്ങാനും കറി വെക്കുമോ എന്തോ. ഓരതെങ്ങാനും ആ പെണ്ണിന് കഴിക്കാൻ കൊടുത്താ ഷടാ. അക്കാര്യം കണാറിനോട് പറയാൻ വിട്ടുപോയി. നീ കിടന്നോ, ഞാനിപ്പോൾ വരാം. അതിരുവാന കണാറിൻ്റെ വീട്ടിലേക്ക് അയക്കാം. താമസിച്ചാൽ കുഴപ്പമാവും.